ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ജൂൺ മന്തിൻ്റെ സ്പെഷ്യാലിറ്റീനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ജൂൺ മാസം കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തത് മെന്നിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു വീഡിയോ ഞങ്ങൾ മെന്നിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ജൂൺ മന്ത് മെന്നിൻ്റെ മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു മന്താണ്. സോ നമുക്ക് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മന്ത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. നിങ്ങൾക്ക് തന്നെ എത്ര പേർക്ക് അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അവയർനെസ് മന്ത് ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ മൊത്തം മെന്ന് അനുഭവിക്കുന്ന ഇഷ്യൂസ് ആൻഡ് അവരുടെ ഇടയിലുള്ള പ്രോബ്ലംസ്, കാര്യങ്ങൾ, അതിനെ പറ്റിയൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. നമുക്ക് തന്നെ ഒത്തിരി ക്ലയൻസ് വരുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അതായത് കൊച്ചുനാളിലൊക്കെ, അതായത് നമ്മൾ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതും കൂടുതൽ പോർട്രേ ചെയ്യുന്നതൊക്കെ ഗേൾസിന് സെക്ഷൽ അബ്യൂസ്, ഇമോഷണൽ, ഫിസിക്കൽ അബ്യൂസ് ഒക്കെ കൊച്ചുനാളിൽ തൊട്ടേ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ്. പക്ഷേ മെന്നിലും ഈ പറഞ്ഞതുപോലെ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് കൊച്ചുനാൾ തൊട്ടേ നേരിട്ടുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ അവരുടെ അറിവില്ലാത്ത പ്രായങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നേരിട്ടിട്ട് അവർക്ക് പിന്നീട് ഇതൊരു ട്രോമ, ആങ്സൈറ്റി ലെവലിലേക്കൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് ഒത്തിരി ക്ലയൻസ് അവർക്കൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഇത് പലരും തുറന്ന് പറയാൻ ഇപ്പോഴും റെഡി ആവുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ്. ആൻഡ് അതുപോലെ തന്നെ പിന്നെ കൂടുതലായിട്ട് ആൾക്കാർ പറയുന്നതാണ് ഹോൾ ഫാമിലി ഈ എൽഡർ സൺ എന്നുള്ള രീതിയിലൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ ചിലർക്ക് അതൊക്കെ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ പോലും മിക്ക ആൾക്കാരും അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു. മാനസികമായി വളരെയധികം അവർക്ക് ഈ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ഉള്ളതായിട്ട് ഒത്തിരി പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനും സ്ട്രെസ്സൊക്കെ കാരണം അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ ലൈഫ് ഒന്നും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ടെൻഷനാണ്. വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കുന്നില്ലേ, യങ്ങർ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റഡീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ടെൻഷൻസ് വേറെ. സോ അങ്ങനെ ഒത്തിരി ഇഷ്യൂസായിട്ട് ഇവർ ഈ ടെൻഷനും സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് വരുന്ന കുറേ കേസസിൽ പറയുന്ന കാര്യങ്ങളാണ്, അതായത് ഒരു റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇവരുടേതായ ഒരു സ്പേസ് കിട്ടാതെ വരുന്ന ഒരവസ്ഥ. അവർക്ക് പാർട്ട്ണർ ഭയങ്കര ഡിപ്പെൻഡഡ് ആയി പോയി നിൽക്കുമ്പോഴൊക്കെ ഇവർക്ക് ഇവരുടെ ഒരു മീ ടൈം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട ഒരു സ്പേസ് കിട്ടാതായി പോകുന്നു. അങ്ങനെയുള്ള ഒത്തിരി പരാതികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് സെഷൻസിലൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മെൻ ഓൾസോ നീഡ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും വുമണിന് വേണ്ടി എല്ലായിടത്തും സംസാരിക്കുന്നു, വുമണിൻ്റെ നീഡ്സിനെ പറ്റി സംസാരിക്കുന്നു, എല്ലാം നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ മെന്നിനും ഈ പറഞ്ഞ നീഡ്സ് ഉണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, ഒത്തിരി ട്രോമ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ആൻഡ് അതെങ്ങനെ പരിഹരിക്കാം, അതെങ്ങനെ തുറന്ന് പറയാം, അതിനെങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെ നമ്മളടുത്ത് അവരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിക്കാനും, ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് ട്രോമാസിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ എങ്ങനെ അതിൽ നിന്ന് റിക്കവറാക്കി കൊണ്ടുവരാം എന്നൊക്കെയുള്ള രീതിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. സോ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ മാക്സിമം അവരെ മനസ്സിലാക്കുക. അവർ ഈ പറഞ്ഞതുപോലെ വർക്കൊക്കെ കഴിഞ്ഞ് എപ്പോഴും നമ്മളെ മാത്രം മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരും വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർക്കും അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവാം. ആൻഡ് അതെന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ മാക്സിമം ഒരു റിലേഷൻഷിപ്പിൽ ട്രൈ ചെയ്യുക. അപ്പോൾ തന്നെ ചിലപ്പോൾ റിലേഷൻഷിപ്സിലുള്ള കുറേ ഇഷ്യൂസൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനും നമുക്കൊന്ന് സ്മൂത്ത് ആയിട്ട് പോകാനൊക്കെ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ പറഞ്ഞതുപോലെ ഫാമിലിയിലൊക്കെ ആണെങ്കിലും നമ്മൾ അവരുടെ ഇഷ്യൂസും കൂടെ മനസ്സിലാക്കുക. എല്ലാ ബേർഡനും അവരുടെ തലയിലേക്ക് നമ്മൾ കൊണ്ടുവച്ചിട്ട് അവർ മിക്കപ്പോഴും പറയും, അതായത് പൈസ കൊടുക്കുന്നത് മാത്രമാണ് അവർക്ക് എല്ലാവർക്കും വലിയ കാര്യം. അല്ലാതെ ഞാൻ എന്തിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നൊന്നും ആർക്കും അറിയണ്ട. അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ അറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദ മന്ത് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ ഞാൻ പൈസ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ അത് നമ്മൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഫാമിലിയിലാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അവരുമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക, അവരുടെ ഇഷ്യൂസൊക്കെ ഡിസ്കസ് ചെയ്യുക. ആൻഡ് അതിനനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്ത് പോകാനായിട്ടൊക്കെ ട്രൈ ചെയ്യുക.
ഓക്കെ. അപ്പം നമ്മൾ എപ്പോഴും എന്താണ് വിമണിനും ഗേൾസിനും ഒക്കെ വേണ്ടി സംസാരിക്കുന്നിടത്ത് എന്താണ് നമ്മൾ മെന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ കാര്യങ്ങളും തുറന്ന് പറയുക, ആൻഡ് അവർക്കും ഈ വേൾഡിൽ നമ്മളെന്താണ് അതിനൊരു സ്പേസ് കൊടുക്കുക. ആൻഡ് ഓൾസോ നമ്മളെന്താണ് ഈ പറഞ്ഞതുപോലെ അവർക്കും ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മളെന്താണ് ഹാപ്പി വേൾഡിലേക്ക് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.